എന്നാ ജോസൂട്ടി പറയുന്നത്? ഒരു രണ്ടാം കെട്ടുകാരെ കൊണ്ട് കെട്ടിക്കാനാണോ ജോസൂട്ടി നിന്നെ ഞങ്ങൾ ഇത്രയും വളർത്തിയത്? നിങ്ങൾ എന്നാ മനുഷ്യ ഇവൻ പറഞ്ഞ എല്ലാം അംഗീകരിച്ച മട്ടി നിൽക്കുന്നേ? അവൻ പറയുന്നതിലും കാര്യമില്ലേ ജോസ്? എന്നത് അല്ലാതെ എന്നാ ചെയ്യാനാ അമ്മച്ചി? എല്ലാവരും കൂടി ഉത്തരത്തെ കെട്ടി തൂങ്ങുന്നല്ലാതെ ഇത് ഞാൻ അപ്പനും കൂടി അങ്ങ് തീരുമാനിച്ചു. നാളത്തെ കഴിഞ്ഞ് പെണ്ണാണാൻ ചെല്ലെന്നാ അവരെ അറിയിച്ചിരിക്കുന്നത്. നമുക്കിത് വേണ്ടിച്ചായ ഈ രണ്ടാം കെട്ടെന്നൊക്കെ പറയുമ്പോ എന്നതാ മുടിക്കുട്ടിയത്? നീ ഇനി 1-2 വർഷം കൂടി ഇങ്ങനെ നിന്ന് പോയാൽ പിന്നെ നിന്നെ കെട്ടാൻ പറഞ്ഞത് പോലെ രണ്ടാം കെട്ടുകാരനോ പിള്ളേരുള്ളവനൊക്കെ ആയിരിക്കും. അതിൽ നല്ലല്ലെന്ന് കരുതിയിട്ടാ ഇച്ചാനെ തങ്ങോട്ട് സമ്മതിച്ച. എന്നാ ഇതൊക്കെ നടന്നോട്ടെ, അതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ അതുവരെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം മറന്ന് തീരുമാനങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്ത് ഞാൻ ആദ്യമായി പെണ്ണ് കാണാൻ പോയി. ഇത് എന്നതാ ശോശാമേ, നിങ്ങൾ എല്ലാവരും കൂടെ മരിപ്പ് കൂടാൻ വന്ന മാതിരി ഇരിക്കുന്നേ? ഒന്ന് മുഖം തെളിയിച്ചിരിക്കുക. എന്തിനാ മുഖം തെളിക്കുന്നേ? ഇത് തന്നെയാ എന്റെ ജോസൂട്ടിയുടെ മരിപ്പ്. പക്ഷേ മരിപ്പ് മഞ്ഞണിക്കര പെരുന്നാളാകാൻ അധിക നേരമൊന്നും എടുക്കേണ്ടി വന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മാലാഖയെ കാണുന്ന പോലെ അമ്മച്ചിയുടെയും പെങ്ങന്മാരുടെയും മുഖം വിടർന്നു. ചായക്കടയിലെ ചില്ലൽമാരയിലിരിക്കണ ഏത്തക്കാബോളി കാണുന്ന കുട്ടിയെ പോലെ ഞാൻ റോസിനെ നോക്കിയിരുന്നു. ആദ്യം ജോസൂട്ടിക്ക്, പിന്നെ വികാരി അച്ഛന്. അല്ലേ? പെട്ടെന്ന് ഇവിടം വിട്ട് പോരുന്നതിന് ജോസിന് വിഷമമുണ്ടോ? അത് പിന്നെ വിഷമമുണ്ടാവാതിരിക്കൂ. അമ്മച്ചീനെയും അപ്പനെയും മോളിക്കുട്ടിയൊക്കെ വിട്ടിട്ട്. അല്ല, റോസിന് വിഷമം തോന്നില്ലേ ആദ്യമായിട്ട് ഇവിടുന്ന് പുറത്തു പോയപ്പോൾ? അതാണ് വിഷമം. പിന്നെ സഹിക്കാം, പക്ഷെ ഒരുതരം പേടി തോന്നുന്നുണ്ട് റോസ് എനിക്ക്. അതെന്തിനാ പേടിക്കണേ? അല്ല, അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യം ആലോചിക്കുമ്പോഴാന്നേ. കട്ടപ്പനെന്ന് ഏറ്റവും ദൂരമുള്ള സ്ഥലത്തേം പോയിരിക്കണ കടത്തുരുത്തിലെ അമ്മച്ചിയുടെ വീട്ടിലാണ്. ന്യൂസിലാൻഡിൽ ചെന്നാൽ ദാഹിച്ച വെള്ളം ചോദിക്കാനുള്ള ഭാഷ പോലും എനിക്കറിയത്തില്ലെന്നേ. റോസിൻ്റെ ചിരി കാണാൻ നല്ല രസമാണ്. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, ടെൻഷനായതുകൊണ്ടാ. ഒരു ലഡ്ഡു എടുത്തോട്ടെ? അയ്യോ, അത് ജിലേബിയാ. ഓ ആണോ? എനിക്ക് ടെൻഷൻ വന്നാൽ എല്ലാം ലഡ്ഡു പോലെ ഇരിക്കും. റോസും